എല്ലാവർക്കും നമസ്കാരം. ക്രിസ്മസ് ആശംസകൾ. അപ്പോൾ ഇന്ന് ഡിസംബർ 24 നമ്മൾ ഇന്ന് ഒരു സ്ഥലം വരെ പോവാണ്. അത് വേറെ എവിടേക്കുമല്ല, ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് അമ്മമാർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇവിടെ വല്ലത്തുള്ള കുറച്ച് ആൾക്കാരും പിന്നെ നമ്മളും കുറച്ച് പൈസയൊക്കെ ഇട്ടിട്ട് അവർക്ക് കുറച്ച് ക്രിസ്മസിന് വേണ്ടിയിട്ട് കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോവാണ്. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ച് കുറച്ചുകൂടി ഒന്ന് പറയാനായിട്ട് എമിലിയൻ്റെ എങ്ങനത്തെ സ്ഥലമാണത്? അവിടെ അമ്മമാരെന്ന് പറയുമ്പോൾ എങ്ങനത്തെ ആൾക്കാരാണ് അവിടെ താമസിക്കുന്നത്? ആരും നോക്കാനില്ലാതെ വളരെയധികം കഷ്ടപ്പെട്ട് രോഗാവസ്ഥയിലും അങ്ങനെ ഒട്ടും ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. അത്യാവശ്യം കുറച്ച് ജോലിയൊക്കെ ചെയ്യാൻ പറ്റാവുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെ കുറേ സാധനങ്ങൾ ഇന്നിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ഉണ്ണീശോയെ നമ്മൾ വരവേൽക്കുമ്പോൾ അതോടൊപ്പം അവരുടെ മനസ്സിലും നമ്മൾ ഒരു ചെറിയ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് അവരുടെ ചെറുപ്പകാലത്തിലുള്ള ആ ക്രിസ്തുമസിൻ്റെ ഓർമ്മ ഒന്ന് പുതുക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഇതിവിടെ ഇങ്ങനെ ചെയ്ത് പോവാന്ന് വിചാരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് പോണത്. നിങ്ങൾ ഇടയ്ക്ക് ആൾക്കാർ പോകാറുണ്ട്. ഞങ്ങൾ ഇവിടെ പല പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട്. അമ്മച്ചിയൊക്കെ പല പ്രാവശ്യം പോയിട്ടുണ്ട്. ആരുടെയെങ്കിലുമൊക്കെ കല്യാണം അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഒരു ദിവസം അവിടെ പോയി അവരോടൊപ്പം ചിലവഴിച്ച് നമുക്ക് വേണ്ടി അവർ കുറേ പ്രാർത്ഥിക്കും. അപ്പോൾ നമ്മളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പം നമ്മുടെ സന്തോഷം ഒന്ന് പങ്കുചേരാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ചും കൂടി ഇത് ആവാൻ വേണ്ടിയിട്ട് അവർക്കൊരു നേരത്തെ ഒരു ഭക്ഷണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്ത്രം അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലും സാധനങ്ങൾ, സോപ്പ്, തോർത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് ഇത് ചെയ്യുന്നു. ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് അവർക്ക് അവിടെ ഇടാനുള്ള നൈറ്റികൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കാണിക്കാം. കുറേ നൈറ്റികൾ. ഇപ്പോൾ ഇതൊക്കെ വല്ലത്തുള്ള ആളുകൾ സ്പോൺസർ ചെയ്തതാണ്. പിന്നെ കുറേ തോർത്തുകൾ, സോപ്പുകൾ കുറേ ഉണ്ട്. നമ്മൾ ഫ്ലിപ്കാർട്ട് വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ സോപ്പുകളെല്ലാം. പിന്നെ കുറച്ച് കേക്കുകൾ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നിത് വീഡിയോയിൽ ചെയ്യുന്നത് നമ്മളിത് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം നമുക്കറിയാം നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളാണ്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അവർക്ക് സഹായിക്കാനൊക്കെ ആയിട്ട് മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്കൊന്നും അയച്ചു തരണ്ട. ഞാൻ ഈ ഒരു സ്ഥലത്തെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവരെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത് പണമായിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും വസ്തുക്കളായിട്ടോ ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ പലരും പലപ്പോഴും ചിന്തിക്കുന്ന കാര്യമാണ് സഹായിക്കാനായിട്ട് മനസ്സുണ്ട്, അപ്പോൾ എവിടെ സഹായിക്കണമെന്ന് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ ഇത് പറ്റിയൊരു സ്ഥലമാണ്. അപ്പം നമ്മളിത് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വർക്ക് ചെയ്യുന്ന മെൻ്റൽ ഹെൽത്തിലാണ്. അപ്പോൾ അവിടെയും മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറേ അമ്മമാരുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സഹായിക്കാൻ മനസ്സുള്ളവർക്ക് അവരെ സഹായിക്കാം. Venite insieme a trovarlo e con la stella dei manci davanti a noi ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ കാഞ്ഞൂരിനടുത്തുള്ള പാറപ്പുറം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ദൈവദാൻ സെൻറ്റർ ലിസി ഭവനിലെത്തി. അപ്പോൾ നിരാലംബരായിട്ടുള്ള ആളുകളുടെ ഒരു അഭയ കേന്ദ്രമാണിത്. അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് നമ്മുടെ ആളുകളൊക്കെ താമസിക്കുന്നത്. അപ്പോൾ ഇത് 2008 ഇവിടെ തുടക്കം കുറിച്ചത് ഫാദർ അബ്രഹാം കൈപ്പറ്റ് പ്ലാക്കിൽ എന്ന് പറയുന്ന ഒരു അച്ഛനാണ്, ഒരു പ്രീസ്റ്റാണ്. പുള്ളി പാലാ ബേസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ആളുകൾ, അതായത് മാനസിക വൈകല്യമുള്ള ആളുകൾ, അല്ലാന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ, ഉപേക്ഷിക്കപ്പെട്ട മാതാപിതാക്കൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ പലപ്പോഴും ഇവർക്കൊന്നും ഒരു സപ്പോർട്ടോ അല്ലെങ്കിൽ ഇവർക്ക് സ്റ്റേ ചെയ്യാനൊരു ഇടമില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളെ പാർപ്പിക്കുന്ന ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവർക്ക് വേറെ സ്ഥാപനങ്ങളുണ്ട് കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ മലയാറ്റൂരുണ്ട്, പിന്നെ വടക്കഞ്ചേരിയിലുണ്ട്, കോളയാടുണ്ട്, പിന്നെ തങ്കമണി എന്ന് പറയുന്ന സ്ഥലത്തും ഉണ്ട്. അപ്പം മൊത്തം അവർ ഒരു 500-600 ആളുകളെയൊക്കെ ഈ ഒരു പല സ്ഥലത്തായിട്ട് പാർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളുള്ളത് കാഞ്ഞൂരുള്ള ദൈവദാൻ ലിസി സെൻറ്ററിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഒരു 60ഓളം അമ്മച്ചിമാരുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ വന്നവർക്ക് നമ്മൾ ആ വീഡിയോ കണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു. അപ്പോൾ ഇവിടെ എല്ലാവരും ഇപ്പോൾ ഇവിടെ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവരെല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്ത ഡ്രസ്സെല്ലാം ഇട്ടിട്ട് ഇവരിവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും ചെറുതായിട്ട് അകത്തേക്ക് അവരുടെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യണം. നമ്മുടെ ഈ ക്രിസ്മസ് കുറച്ച് നേരം ഇവരുടെ കൂടെ നമ്മളും സ്പെൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ആളുകളിലേക്ക് ഒരു അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ 2008 തുടങ്ങി ഇപ്പോഴും ഇത് വളരെ
വളരെ ആക്റ്റീവായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് ചെറിയ സപ്പോർട്ട് ഇവിടുത്തെ നാട്ടുകാർ ആയിട്ടുള്ള ജനങ്ങളും നമ്മളെപ്പോലുള്ള ആരെങ്കിലുമൊക്കെ വരുമ്പോഴൊക്കെ വിസിറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ചെറിയ സപ്പോർട്ടൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലുമൊക്കെ അങ്ങനെ സഹായിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്ന് അവരെ സഹായിക്കാം. ഞാൻ അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് അകത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരെല്ലാം ഇവിടെ ഉണ്ട്. ഇവർ ചെറിയൊരു ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ എല്ലാം റെഡിയാക്കി എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് പേരെ നമുക്കൊന്ന് പരിചയപ്പെടാം. വലിയ നല്ല കഴിവുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ജൂലി ചേച്ചി നേരത്തെ ഞാൻ പരിചയപ്പെട്ടിരുന്നു. പാട്ട് പാടും. ജൂലി ചേച്ചിയുടെ കൂടെ ഇവരെല്ലാവരും ചേർന്ന് പാട്ട് പാടും എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമുക്കന്നൊരു പാട്ടിൽ നിന്ന് തുടങ്ങിയാലോ? ആദ്യം ജൂലി ചേച്ചി, നമുക്കന്നൊരു പാട്ടിൽ നിന്ന് തന്നെ തുടങ്ങിയാലോ? ആദ്യം ജൂലി ചേച്ചിയുടെ ഒരു പാട്ട് തന്നെ ആയിക്കോട്ടെ. ഓക്കെ, ഞാൻ Let every joy, repair joy, and how I need to sing, and how I need to sing, and how I need to sing. Joy to the world, the Lord is come. Let every guy sing, let every joy, repair joy, and how I need to sing. And how I need to sing, and how I need to sing. അടിപൊളി അടിപൊളി അടിപൊളി. ഞാൻ മലയാളം പാട്ടാണ് പ്രതീക്ഷിച്ചത്. ഇംഗ്ലീഷ് പാട്ട് വളരെ സർപ്രൈസിങ് ആയിരുന്നു. അപ്പോൾ ആരാ ഈ പാട്ട് പഠിപ്പിച്ചേ? അത് ഞാൻ സ്കൂളിൽ പപ്പ പാട്ടും ഡാൻസും ഒക്കെ പഠിപ്പിച്ച്, ശാസ്ത്രീയ സംഗീതം, ലളിതാനം, സമൂഹാനം ഒക്കെ പഠിപ്പിച്ച്. അടിപൊളി. ഇപ്പോഴും അതിൻ്റെ ലിറിക്സ് ഒക്കെ കറക്റ്റായിട്ട് ഓർമ്മയിരിക്കുന്നുണ്ട് അല്ലേ? അടിപൊളി, കൊള്ളാം, അടിപൊളിയായിരുന്നു അത്. വേറെ ആരെങ്കിലും ഇതുപോലെ എന്തെങ്കിലും കഴിവുള്ള ആളുകളൊക്കെ ഉണ്ടോ? അമ്മച്ചിയുടെ പേരെന്നാ? മേരി ജോർജ്. എന്തെങ്കിലും പാട്ട് പാടും അങ്ങനെ? വേറെ ആരാ കഴിവുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ജോലി ചേച്ചി പാടിയ പോലെ? സലീനാമ്മ. ആരാ സലീനാമ്മ? സലീനാമ്മ. ഓക്കെ, ഞാൻ എന്നാ മൈക്ക് തന്നേക്കാം. ഇത് പിടിച്ചിട്ട് ഒന്ന് പാടിക്കോളൂ. ഓക്കെ, അപ്പോൾ സലീനാമ്മയുടെ പാട്ട് കേൾക്കാം നമുക്ക്. ഓക്കെ, പാടിക്കോ. രക്ഷകൻ പിറന്നു, രാജാരാജൻ വന്നു, മാലാകമാർ പാടി ദിവ്യഗീതങ്ങൾ, സ്വർഗീയ ഗാനം, ശാന്തി തന്തിദാനം, കേൾക്കുവിൻ സന്ദേശം, കേൾക്കുവിൻ സന്ദേശം, സ്നേഹത്തിൻ സന്ദേശം, ശാന്തിദായകം. ആട്ടിടയർ വന്നു, കൂട്ടമായി നിന്നു, പാടി മോദമോടെ ദിവ്യഗീതങ്ങൾ. ആഗതനായി ദൈവത്തിൻ സാമ്രാജ്യം, കേൾക്കുവിൻ സന്ദേശം, കേൾക്കുവിൻ സന്ദേശം, സ്നേഹത്തിൻ സന്ദേശം, ശാന്തിദായകം. രാജാക്കളണഞ്ഞു, ശ്രദ്ധയോടെ നിന്നു, ചേരുമുപകാരം കാഴ്ചവച്ചിതാ. പാണികൾ കൂപ്പി പാലകനെ വാഴ്ത്തി, കേൾക്കുവിൻ സന്ദേശം, കേൾക്കുവിൻ സന്ദേശം, സ്നേഹത്തിൻ സന്ദേശം, ശാന്തിദായകം. വളരെ നല്ല പാട്ടായിരുന്നു. അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പാട്ട് പാടാനോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ ആരാ? റോഷൻ. Joys the flag flown high from the castle of my heart, from the castle of my heart, from the castle of my heart. Joys the flag flown high from the castle of my heart, when the king is a residence there. So let it fly in the sky, let the whole world know, when the king is a residence there. അടിപൊളി, നല്ല പാട്ടായിരുന്നു ജോയ്സ്. വെൽ ഡൺ. ഓക്കെ, പാടും. അംശിയുടെ പേരെന്നാ? അല്ല, പേരെന്നാ? പേര് ചോദിച്ചതാ. എൻ്റെ പേര് മേഗി. മേരി. എറണാകുളമാണോ വീട്? ആ, നല്ല കറക്റ്റ് എറണാകുളം സ്ലാങ് ഉണ്ട് അല്ലേ? അടിപൊളി. ഓക്കെ, ആൻറ്റി ചേച്ചി പാടുന്നുണ്ടോ? യേശുവേ ഉമ്മ വച്ചുണർത്തിയ
ആട്ടിടയർ ഉന്നതരേ, നിങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പിറന്നു. ലാ 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 ആഹാ ഹാ ആഹാ ഹാ. അടിപൊളി അടിപൊളി, കൊള്ളാം. അതെല്ലാവരും കൂടെ ചേർന്ന് പാടിക്കൊണ്ട് നല്ല രസമുണ്ടായിരുന്നു. താലപ്പൊലിയേകാൻ തമ്പുരുമീട്ടുവാൻ താരാട്ടുപാടിയുറക്കിടുവാൻ ആഗതനാകുന്ന വാനാലാപർ ഗായക ശ്രേഷ്ഠർ, വാനാലാപർ ഗായക ശ്രേഷ്ഠർ. പൈതലാം യേശുവേ ഉമ്മ വെച്ചുണർത്തിയ ആട്ടിടയർ ഉന്നതനെ, ഞങ്ങൾ തൻ കൃത്തിൽ യേശുനാഥൻ പിറന്നു. അടിപൊളി, കൊള്ളാം. നന്നായിട്ട് പാടി, കൊള്ളാം. ഓക്കെ, അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന കുറച്ച് കേക്ക് ഇവിടെ ഉണ്ട്, അതെല്ലാവർക്കും നമുക്ക് കൊടുക്കാം. ക്യാമറ പിടിക്കുന്നത് ലിംഷയാണ്, അപ്പോൾ ഞാൻ ലിംഷേനെ ഏൽപ്പിക്കാം കേക്ക് കൊടുക്കാനായിട്ട്. ഓക്കെ, ലിംഷ കൊടുത്തോളൂ. ഞങ്ങൾ കൊണ്ടുവന്ന കുറച്ച് കേക്ക് നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെയുള്ള സിസ്റ്റർമാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ സിസ്റ്റർമാർ പറയുന്നത് നമ്മളെപ്പോലെയുള്ള ആരെങ്കിലുമൊക്കെ ഇതുപോലെ വരുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആരെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുമ്പോഴാണ് ഇവർക്കും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു ട്രീറ്റൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരിക്കലും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഒരു ഉദ്ദേശത്തിന് വേണ്ടിയിട്ടല്ല. നമ്മൾ പ്രൈം ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളെപ്പോലെ നമ്മുടെ വീഡിയോ കാണുന്ന ഒത്തിരി ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും UK ഒക്കെ ഉള്ള സുഹൃത്തുക്കൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ വരുമ്പോൾ ഒരു നേരം പറ്റുമെങ്കിൽ ഇവരുടെ കൂടെ വന്ന് സ്പെൻഡ് ചെയ്യുക. എൻ്റെ പാരൻസ് അതുകൂടാതെ നമ്മുടെ ആൻറ്റിമാരൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇടയ്ക്ക് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവർ ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ജോലി ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഞാൻ ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്നത് മെൻ്റൽ ഹെൽത്തിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഒരു രീതി പറഞ്ഞ് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അന്നം തരുന്ന ആളുകൾ ഇവരെ പോലെയുള്ള ആളുകളെ ശുശ്രൂഷിക്കുമ്പോഴാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ നാട്ടിൽ വരുമ്പോൾ വിസിറ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഷുഗറുള്ള ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലേ? അത് കുഴപ്പമില്ല. രണ്ടുപേരും ട്വിൻസാണ്. അവർ സംസാരിക്കത്തില്ല, പക്ഷെ അവർ തമ്മിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻ്റാണ്. അവർക്കറിയാം, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, കേൾക്കും. എടുത്തു കൊടുക്കണം അവർക്കൊക്കെ. അപ്പോൾ ഇവിടെ കുറച്ച് റെസിഡൻസ് ബെഡഡനായിട്ടുണ്ട്, മുകളിലാണ്. അപ്പോൾ നമ്മൾ അവർക്കും കേക്ക് കൊടുക്കാനായിട്ട് മുകളിലേക്ക് പോവാണ്. എൻ്റെ പേര് ജീറൻ, അത് ലിമിഷ. അമ്മച്ചിയുടെ പേരെന്നാ? സലോമി. നല്ല പേര്. നമ്മൾ ഇനി വരുന്നുണ്ടല്ലോ, ന്യൂ ഇയറിന് ഞങ്ങൾ വരുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ തലേ ദിവസം നമ്മളിവിടെ ഒരു ലഞ്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അന്ന് കാണാം. പേരെങ്ങനെയാ?
വീരമ്മ വീരമ്മ. എവിടെയാ നാട്ടിൽ ശരിക്കും സ്ഥലം? മധുര. മധുര. പാട്ട് പാടുന്നുണ്ടല്ലേ? ഇവിടെ ഒരു ചേച്ചി പാട്ട് പാടുന്നത്. ചേച്ചിയുടെ പേരെന്നാ? ലിനി ജോൺ. ലിനി ജോൺ. പാടിക്കോ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ കരളിലെ ചോരയാൽ പാരിൻ്റെ പാപങ്ങൾ കഴുകിക്കളഞ്ഞവനെ അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. അടിയങ്ങൾ നിന്നാമം വാഴ്ത്തിയിടുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ ഉലകിന്നുയരാൻ നല്ല പാട്ടായിരുന്നു. സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സ്കിൻ ഗ്രാഫ്റ്റ് എന്ന് വെച്ചാൽ ഒരു കാലിൽ നിന്നുള്ളതെല്ലാം അങ്ങോട്ട് വെച്ച് അങ്ങനെ വീണ്ടും മുഴുവനും എന്നതാണ്. ശാന്താമണി എന്നാണ് പേര്. പക്ഷെ ഭയങ്കര വിശ്വാസം. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ കുളിച്ചത് എന്നാണ് പറഞ്ഞ് ഒത്തിരി ഹാപ്പി. എന്നിട്ട് ഇവിടെ തന്നെ ഞാൻ ഇരിക്കണം, എൻ്റെ യേസപ്പ എന്നെ വിട്ടേക്കരുത്, ഞാൻ ഇവിടെ നിന്ന് തന്നെ മരിക്കണം എന്ന് പറഞ്ഞ് വന്നിട്ട് എത്ര ഒരു മാസം ആയിട്ടില്ല. ഒരു മാസമായി അല്ലേ? ഒരു മാസമായി. ഹലോ. നടക്കാൻ പറ്റില്ലല്ലോ. പറഞ്ഞോ, എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞോ. പറയാൻ എന്താ പറയാൻ, നടക്കാനായിട്ട് ഇപ്പോൾ പറ്റാത്ത അവസ്ഥയാണ്. നമ്മൾ എന്ത് ചെയ്താലും മൂത്രം സദാസമയം പോവുക. ഇന്നലെ ട്യൂബ് ശരിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ നിങ്ങൾ ആര് വന്നാലും എനിക്ക് നിങ്ങളോട് വർത്തമാനം പറയാൻ കഴിയണില്ലേ. അത്രേ ഉള്ളൂ. പിന്നെ എനിക്കിവിടെ സുഖമാണ്. ഈ മക്കള് ഇന്ന് നമുക്ക് ഇവർ രണ്ടുപേരും ഇവരുടെ മാതാപിതാക്കളും നമുക്ക് ഇന്ന് നൈറ്റി തോർത്ത് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം നാളെ കുളിപ്പിച്ചിട്ടിടും. ബാക്കിയുള്ളവരൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വല്ലത്തുള്ള കുറച്ച് ആൾക്കാരും കൂടിയിട്ട് സഹായിച്ചിട്ടാണ്. വല്ലമാണ് ഇവരുടെ വീട് കേട്ടോ. ഇവർ രണ്ടുപേരും ഭാര്യയും ഭർത്താവും താമസിക്കും. പുതിയ ഒരു ഡ്രസ് അതെ കിട്ടിയിട്ടുണ്ട്. സന്തോഷം. അമ്മണി ഇട്ടിരിക്കുന്ന പുതിയതാണോ? ആ ശരി. എനിക്ക് ഇടാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഇപ്പൊ സന്തോഷായില്ലേ? ഇപ്പൊ ദൈവം നമ്മളെ തൊട്ടു അല്ലേ? നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് ആരെങ്കിലും ഒക്കെ നമ്മുടെ ന്യൂസിലാൻഡിൽ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള സുഹൃത്തുക്കൾ ഇനി ഇതേപോലെ ആരെങ്കിലും ഒക്കെ വന്നത് എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യുമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. കുന്നു മനുജന ബെത്ലഹേമേ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യ മധുര മനോഹര ഗാന. മണ്ണിലും വിണ്ണിലും മന്ദഹാസം പെയ്യ മധുര മനോഹര ഗാന. ദൈവം പിറക്കുന്നു മനുജനായി ബെത്ലഹേമേ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യ മധുര മനോഹര ഗാന. മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യ
മധുരമനോഹരഗാന പാതിരാവേ പാരിൻ്റെ നാദം പിറക്കുകയാ പാടിയാർക്കു വീണമീട്ട് നൃത്തമാടിടൂ കൂട്ടുകാരെ ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം പിറക്കുന്ന മനുജനായി ബെത്ലഹേമേ മഞ്ഞു പെയ്യുന്ന മലമടക്കിൽ ഹല്ലേലൂയ ഹല്ലേലൂയ മണ്ണിലും മിന്നിലും മന്ദഹാസം പെയ്യ മധുരമനോഹരഗാന ഒരു ഗ്രാമത്തെ ഒരു ധനുമാസത്തെ കുളിരും രാവേ രാപ്പാർത്തിരുന്നു രാജപാലക ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും ബാനേ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവേ താരകരാജകുമാരിയോടൊത്തുന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ മന്നവർ മൂവരും ദാവീദിൻ സുതനെ കണ്ടു വണങ്ങിടുവാൻ അവർ കാഴ്ചയുമായി വന്നു രാജാധിരാജന്റെ പൊന്തിരുമേനി രാജാധിരാജന്റെ പൊന്തിരുമേനി അവർ കാലിത്തൊഴുത്തെ കണ്ടു യഹൂദിയായിലെ ഒരു ഗ്രാമത്തെ ഒരു ധനുമാസത്തെ കുളിരും രാവേ രാപ്പാർത്തിരുന്നു രാജപാലക ദേവനാദം കേട്ട് ആമോദര വർണ്ണരാജികൾ വിടരും ബാനേ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവേ താരകരാജകുമാരിയോടൊത്തുന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ താരകൻ തന്നെ നോക്കി അട്ടിടയർ നടന്നു തേജസ്സു മുന്നിൽ കണ്ടു അവർ ബെത്ലഹേം തന്നിൽ വന്നു രാജാധിരാജന്റെ പൊന്തിരുമേനി രാജാധിരാജന്റെ പൊന്തിരുമേനി അവർ കാലിത്തൊഴുത്തെ കണ്ടു യഹൂദിയായിലെ ഒരു ഗ്രാമത്തെ ഒരു ധനുമാസത്തെ കുളിരും രാവേ രാപ്പാർത്തിരുന്നു രാജപാലക ദേവനാദം കേട്ടു ആമോദര വർണ്ണരാജികൾ വിടരും ബാനേ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവേ താരകരാജകുമാരിയോടൊത്തുന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ അന്നു തിങ്കൾ കലപാടി ഗ്ലോറിയ. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ആനന്ദം മഞ്ഞായി പെയ്യും നേരം വന്നേ ഹാപ്പി ക്രിസ്മസ് ആഘോഷം താളം തുള്ളും കാലം വന്നേ മെറി ക്രിസ്മസ് ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാണ് മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ ഒരു താരം എന്റെ കണ്ണിൻ മുന്നിൽ മിന്നും മിഴിയാകെ പുതുവർണ്ണം ഇനി ആടാം പാടാം സന്തോഷത്തിൻ നീളം എന്നാളും മിശിഹ എന്റെ ഹൃത്തിൽ വന്ന നേരം മനമാകെ പുതുജീവൻ ഇനി മണ്ണും മിണ്ണും ചൈതന്യത്താൽ നൃത്തം ചെയ്യുന്നേ.